ഹലോ സർ, ഞാൻ കുറെ നേരം വിളിക്കുന്നു. നാളെ നമുക്ക് കേസ് ഫയൽ ചെയ്യണം. ഏത് കേസ്? ആ കേസിന്റെ പുറകെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നും നിലനിൽക്കില്ലെന്നേ. അല്ല, സാറെന്തെങ്കിലും ഒരു താല്പര്യമില്ലാതെ സംസാരിക്കുന്നേ? എനിക്ക് നിങ്ങളുടെ കേസ് വാദിക്കാൻ താല്പര്യമില്ല. ഇനി ഈ കേസിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. നിങ്ങൾ വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്ക്. ഹലോ സർ. ഹലോ സർ. എന്താ സച്ചേട്ട വക്കീല് പറയുന്നേ? അയാൾ ഫോൺ കട്ട് ചെയ്തു. കട്ട് ചെയ്തോ? കൃഷ്ണഭദ്രൻ സാറ് സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഓ, അപ്പോ വക്കീലും കാലും അറിയല്ലേ? കൃഷ്ണഭദ്രൻ സാർ അങ്ങനെ കാലുമാറുന്ന ആളൊന്നുമല്ല. ആദ്യം സംസാരിച്ചപ്പോ വളരെ പ്രതീക്ഷയോടെ സംസാരിച്ച ആളല്ലേ? പിന്നെ ഇപ്പൊ എന്ത് പറ്റി? അറിയില്ല അച്ഛാ. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പണമില്ലെന്ന് തോന്നിയതുണ്ടാവും. നമ്മുടെ കയ്യിൽ പണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാളല്ലല്ലോ തീരുമാനിക്കുന്നത്. കമ്പനി സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? ഇനിയിപ്പോ നമ്മുടെ കൂടെ നിന്നാ ഒന്നും കിട്ടില്ലെന്ന് അയാൾക്ക് തോന്നിക്കാണും. നമ്മുടെ കേസ് വാദിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാന്ന് വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കാനാ അയാളിപ്പം പറഞ്ഞത്. അയാൾക്ക് പറ്റില്ലെങ്കിലേ അങ്ങ് പോവാൻ പറ. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല വക്കീലെ നോക്കാം. ലോകത്ത് ഇയാൾ മാത്രമല്ലല്ലോ വക്കീലായിട്ട്. ഞാൻ പോയിട്ട് കൃഷ്ണഭദ്രൻ സാറിനെ ഒന്ന് കണ്ടാലോ? വേണ്ട. ഒരു വക്കീല് കാലുമാറിയെന്ന് വെച്ച് എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. താല്പര്യമില്ലാത്ത ഒരാളെ നമ്മുടെ കേസ് ഏൽപ്പിക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അത് മതി. നമുക്ക് അർച്ചന പറഞ്ഞ പോലെ തന്നെ തീരുമാനിക്കാം. എടുക്കുന്നില്ല. സച്ചേട്ടനെ കിട്ടിയില്ലേ? ഇല്ല, സച്ചേട്ട ഫോൺ എടുക്കുന്നില്ല. എടുത്ത് കുഞ്ഞിനടുത്തിരിക്കെ, ഞാൻ വിളിച്ചോളാം. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ആ